നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലക്നൗ ഗോമതി നഗറിൽ ബുധനാഴ്ച മഴ പെയ്തപ്പോൾ വെള്ളം നിറഞ്ഞ അടിപ്പാതയ്ക്ക് സമീപം സ്ത്രീയെ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട് ലക്നൗ പോലീസ് വ്യാഴാഴ്ച 3 മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ഒരു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഉൾപ്പെടെ 5 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സംഭവത്തിന്റെ വീഡിയോ വൈറലായതോടെ 16 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വൈറൽ വീഡിയോയിൽ ഒരു കൂട്ടം പുരുഷന്മാർ മുട്ടോളം വെള്ളത്തിൽ കളിക്കുന്നതും ഒരു സ്ത്രീയും പുരുഷനും മോട്ടോർ സൈക്കിളിൽ വരുമ്പോൾ ഇരുവരുടെയും മേൽ വെള്ളം തെറിപ്പിക്കുകയും ചെയ്യുകയും മോട്ടോർ സൈക്കിളിന് നേരെ ഓടുന്നതും കാണാം. പുരുഷന്മാർ ബലം പ്രയോഗിച്ച് വാഹനം നിർത്തി വലിക്കാൻ തുടങ്ങുന്നതിനിടെ യുവതി ബൈക്കിൽ നിന്ന് വീഴുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. സർക്കാർ അവതരിപ്പിച്ച സപ്ലിമെന്ററി ബജറ്റിൽ നിയമസഭയിൽ സംസാരിച്ച മുഖ്യമന്ത്രി ആദിത്യനാഥ് ക്രമസമാധാന പ്രശ്നത്തിൽ സമാജ്വാദി പാർട്ടിയെ ലക്ഷ്യമാക്കി മുൻ സർക്കാരിന്റെ ഭരണത്തെ അപേക്ഷിച്ച് ഈ വർഷം കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഗണ്യമായി കുറഞ്ഞുവെന്ന് പറഞ്ഞു. ഗോമതി നഗർ സംഭവവും തന്റെ ഭരണകൂടം സ്വീകരിച്ച നടപടിയും പരാമർശിച്ച് ആദിത്യനാഥ് പറഞ്ഞതിങ്ങനെ: ഇന്നലെ ഗോമതി നഗറിൽ ഒരു സംഭവം നടന്നു. ഉത്തരവാദിത്തം ശരിയാക്കി. പ്രതികളുടെ ലിസ്റ്റ് എനിക്ക് ലഭിച്ചു. 1-ാം പ്രതി പവൻ യാദവ്, 2-ാമത് മുഹമ്മദ് അർബാസ്. ഇവർ നല്ല മനസ്സുള്ളവരാണ്. ഞങ്ങൾ ഓടിക്കും അവർക്കായി ഗുഡ്വിൽ ട്രെയിൻ. ഞങ്ങൾ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. സ്ത്രീ സുരക്ഷയ്ക്കാണ് തന്റെ സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് പറഞ്ഞ യോഗി ആദിത്യനാഥ് അതിനെതിരെ എന്തെങ്കിലും ശ്രമം നടന്നാൽ ശ്രമിക്കുന്നവർ അതിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരും എന്നും വ്യക്തമാക്കി. ഇത്തരം കുറ്റവാളികളെ വെടിവെച്ചില്ലെങ്കിൽ ഞങ്ങൾ അവരെ മാലയിടുമോ? ഇത് സമൂഹത്തിന്റെ കുഷ്ഠമാണ്. ഇത് നീക്കം ചെയ്യുന്നതുവരെ ഉത്തർപ്രദേശിന്റെ സ്ഥിതി മെച്ചപ്പെടുന്നത് ബുദ്ധിമുട്ടായിരിക്കും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. പവൻ യാദവ്, സുനിൽകുമാർ ബാരി, മുഹമ്മദ് അർബാസ്, വിരാജ് സാഹു, അർജുൻ അഗ്രിഹാരി, രത്തൻ ഗുപ്ത, അമൻ ഗുപ്ത, അനിൽ കുമാർ, പിയാൻഷു ശർമ്മ, ആശിഷ് സിംഗ്, വികാസ് ഭണ്ഡാരി, മനീഷ് കുമാർ, സരോജ്, അഭിഷേക് തിവാരി, കൃഷ്ണകാന്ത് എന്നിവരാണ് അറസ്റ്റിലായ 16 പേർ. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ പ്രബൽ പ്രതാപ് സിംഗ്, അസിസ്റ്റന്റ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അമിത് കുമാവത്ത്, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അൻഷു ജെയിൻ എന്നിവരുൾപ്പെടെ 3 മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് തൽസ്ഥാനത്ത് നിന്ന് നീക്കിയതായി ലക്നൗ പോലീസ് പത്രക്കുറിപ്പിൽ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.